നസ്രിന് ആദ്യമായിട്ടാണ് തോന്നുന്നു മമ്മൂക്കയുടെ ഒപ്പം ഒരു റിലീസ് വരുന്നത് നസ്രിന്റെ കരിയറിൽ. അപ്പൊ ഈ ഒരു ക്ലാഷ് റിലീസിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന്. ചേട്ടാ, ഈ സിനിമയിൽ ഒരു ഡയറക്ടർ മാത്രമല്ല, ഒരു നിർമ്മാണ പങ്കാളിയും കൂടിയാണ്. അപ്പൊ ഒരു 6 മാസത്തെ പ്രോസസ്സ് വേണ്ടി വന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ലവർ ബോയ് ആയിട്ടൊക്കെ നല്ല കോമഡി കളിച്ച് നടന്നിരുന്ന നസ്ലിനെയാണ് ഒരു ആക്ഷൻ മൂഡുള്ള തലത്തിലേക്ക് കൂടി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ പ്രോത്സാഹനത്തിനോടൊപ്പം തന്നെ ഒരുപാട് ശാസിച്ചിട്ടുണ്ടാവില്ലേ? മീൻസ് ഒരുപാട് കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോൾ ഒക്കെ ഗൗരവം കാണിക്കാറുണ്ടോ? നസ്ലിനെ എങ്ങനെ മാനേജ് ചെയ്തു? അല്ലെങ്കിൽ ഈസി ആയിരുന്നു? എല്ലാം ഓക്കെ എന്നായിരുന്നു? ഇല്ല, അങ്ങനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ഞങ്ങളൊരു 30 seconds 1 minute എക്സ്ട്രാ സ്പാർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സേഴ്സ് തമ്മിൽ പരസ്പരം ഇടിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിനാണ് സ്പാറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് ആ ഒരു സെഷൻ കഴിയുമ്പോഴേക്കും ബാക്കിയെല്ലാം ശരിയാവും. അല്ല, അപ്പൊ നസ്ലർ റെഡി കൊണ്ടിട്ടുണ്ടോ? ഇതെല്ലാം ക്യാമറ ട്രിക്കല്ല. പിന്നെ നസ്ലിനോടൊരു ചോദ്യം. ഇപ്പൊ ആരാധകരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് 4 സിനിമകൾ റിലീസ് ഉണ്ടായിരുന്നു. ക്ലാഷ് റിലീസ് എന്നൊക്കെ പറയും. അപ്പോൾ മമ്മൂക്കയുടെ ബസൂക്ക ഉണ്ട്. അപ്പോൾ നസ്ലിന്റെ ആലപ്പുഴ ജിംഖാനയാണ് ഏറ്റവും പ്രമുഖ ചിത്രങ്ങളിൽ ഒന്ന്. പിന്നെ മമ്മൂക്കയുടെ ബസൂക്ക. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മമ്മൂക്കയുടെ ബസൂക്കയായിട്ടാണ് ക്ലാഷ് റിലീസ്. പക്ഷെ സിനിമ ഇൻഡസ്ട്രി എന്നുള്ള നില നോക്കുമ്പോൾ സൗഹാർദ്ദപരമായിട്ട് നമുക്ക് അതിനെ കാണാം. പക്ഷെ ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണല്ലോ മമ്മൂക്ക, ഒരു നടൻ, വളർന്നൊരു നടൻ. അപ്പോൾ നസ്രിന് ആദ്യമായിട്ടാണ് തോന്നുന്നു മമ്മൂക്കയുടെ ഒപ്പം ഒരു റിലീസ് വരുന്നത് നസ്രിന്റെ കരിയറിൽ. അപ്പൊ ഈ ഒരു ക്ലാഷ് റിലീസിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ചിന്തിച്ചില്ല. നമുക്ക് സമയം കിട്ടിയില്ല ഇതിന്റെ പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. പിന്നെ ഞാൻ തീർച്ചയായിട്ടും ഈ ബാക്കിയുള്ള സിനിമകൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ഇപ്പോൾ ഇതിന്റെ തിരക്കിൽ നിന്ന് വേണ്ടിയിട്ട് വേണം ബസൂക്ക ആണെങ്കിലും അരുണവാസ് ആണെങ്കിലും മറ്റുള്ള സിനിമകളാണെങ്കിലും കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതങ്ങനെ ആളുകൾ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്.